ഉത്തർപ്രദേശിലെ ഏതാണ്ട് 10ഓളം ജുമാ മസ്ജിദുകൾ അല്ലെങ്കിൽ 10ഓളം മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഏതാണ്ട് 1000ഓളം വരുന്ന യുവാക്കളെ പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുക, അതായത് കരുതൽ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ഹോളി ആഘോഷം കടന്നു പോകുന്ന വഴികളിലെ 10ഓളം മുസ്ലിം പള്ളികൾ ഈ പറഞ്ഞ പോലെ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചിരിക്കുകയും ഒപ്പം 1000ഓളം വരുന്ന യുവാക്കളെ കരുതൽ തടങ്കിൽ വെച്ചിരിക്കുകയുമാണ്. ഇതിന് ഇവർ പറയുന്ന മറുപടി എന്നത്, ഹോളി ആഘോഷം നടക്കുന്നതിനാൽ വലിയ തരത്തിൽ ഒരുപക്ഷെ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പള്ളി ഈ പറയുന്ന രീതിയിൽ ടാർപോൾ ഉപയോഗിച്ച് തടഞ്ഞതും അല്ലെങ്കിൽ ടാർപോൾ ഉപയോഗിച്ച് മറച്ചതെന്നും 1000ഓളം യുവാക്കളെ കരുതൽ തടങ്കിൽ വെച്ചതെന്നുമാണ് പോലീസ് തന്നെ പറയുന്നത്. ഇത് പോലീസ് പറയുന്നത് വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാം ആലോചിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ ഉത്തർപ്രദേശിൽ നടക്കുന്ന പോലെ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ മറ്റു പലതും നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞത്. ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ ആറ്റുകാൽ പൊങ്കാലക്കായി പള്ളി തുറന്നു കൊടുത്ത നാടാണ് നമ്മുടേത്. കേരളം എന്ന് പറയുന്നതിൽ അഭിമാനിക്കാവുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ ആരും തന്നെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കുലമോ ഗോത്രമോ ഒന്നും നോക്കാറില്ല. നമ്മളെല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാറാണ് പതിവ്. ഇവിടെ പക്ഷേ ഉത്തർപ്രദേശിൽ നടന്നത് ഹോളി ആഘോഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഹോളി ആഘോഷത്തിന് പറയിൽ പള്ളികൾക്ക് നേരെയും ചർച്ചകൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുമ്പോൾ ഇവിടെ നാം പള്ളികളും ചർച്ചുകളും തുറന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പാളയം പള്ളി ആയിക്കോട്ടെ, ജമാ മസ്ജിദ് ആയിക്കോട്ടെ, മണക്കാട് ജുമാ മസ്ജിദ് ആയിക്കോട്ടെ, ഇതെല്ലാം ഭക്തർക്ക് വേണ്ടി, അതായത് ആറ്റുകാൽ പൊങ്കാലയിടാൻ വരുന്ന ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ചരിത്രമാണ് നമുക്കുള്ളത്, തുറന്നു കൊടുക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷെ അവിടെ UP സർക്കാരിലെ യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞത്, ആഴ്ചയിൽ ഒരിക്കൽ ഈ പറഞ്ഞ ജുമാ നമസ്കാരം നടക്കുന്നുണ്ടല്ലോ, ഹോളി നടക്കുന്നത് വർഷത്തിലൊരിക്കലാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം വീടടച്ച് വീട്ടിനുള്ളിൽ ഇരിക്കണം എന്ന തരത്തിലാണ് യോഗി ആദിത്യനാഥ് കൂടാതെ UPയിലെ പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നതും. എന്നാൽ ഇവിടെ നാം എല്ലാം ഒരുമിച്ച് നിന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ജാതി മതഭേദമന്യേ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു മതവിഭാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഇതര മതവിഭാഗങ്ങളുടെ ചർച്ചുകൾ ആരാധനാലയങ്ങളെല്ലാം ടാർപോളിൻ ഉപയോഗിച്ച് മൂടുകയും, അതുപോലെ ഹോളി ആഘോഷത്തിന്റെ മറവിൽ ഇവർ തന്നെ ചർച്ചുകൾക്ക് നേരെയും അതുപോലെ പള്ളികൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്ന കാഴ്ച നാം കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്. ജാർഖണ്ഡിലെ ഗിരിദിയിൽ ഹോളി ആഘോഷത്തിനിടെ 2 സമുദായങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതോടെ സ്ഥലത്ത് വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യം ഉണ്ടായതും ഇത് വാഹനങ്ങൾക്ക് തീയിടുന്നതിലേക്ക് നയിച്ചതെന്നും ജില്ലയിലെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കാൻ കാരണമായതായും പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ ANI തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഗിരിദിയിലെ ഗോതമ്പ ചൗക്കിന് സമീപം ഒരു ഇടുങ്ങിയ തെരുവിലൂടെ ഹോളി ഘോഷയാത്ര കടന്നുപോയപ്പോഴാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 2 വ്യത്യസ്ത സമുദായങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. അത് പെട്ടെന്ന് അക്രമത്തിലേക്ക് വഴിമാറുകയും 1 മണിക്കൂറോളം നീണ്ടുന്നൊരു സംഘർഷം പിന്നീട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പ്രാദേശിക അധികാരികൾ തന്നെ ഇടപെട്ടതോടെയാണ് സംഘർഷം അവസാനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഉടൻ തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവങ്ങൾ കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സംഘർഷത്തിൽ നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട ചില കുറ്റവാളികളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗിരിദി SP അറിയിച്ചിട്ടുമുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി മാത്രം സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുമുണ്ട്. ഭാഗ്യവശാൽ ആർക്കും ഗുരുതര പരിക്കുകളൊന്നും സംഭവിച്ചില്ല എന്നതും SP വ്യക്തമാക്കുന്നുണ്ട്. അക്രമ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇതിൽ ഉൾപ്പെട്ട കൂടുതൽ വ്യക്തികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും SP കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹോളി ഘോഷയാത്രയുടെ ഒരു സംഘം ആളുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇതിന്റെ വ്യക്തമായ കാരണം അല്ലെങ്കിൽ കൃത്യമായ കാരണം അധികൃതർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രദേശത്ത് സമാധാന അന്തരീക്ഷമാണെങ്കിലും ഇവിടെ സുരക്ഷാ സേനയെ ഒരു ഉത്തരവുണ്ടാകും വരെ നിലനിർത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ തന്നെ ബംഗാളിൽ ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ ദാരുണമായ സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഹോളി ആഘോഷത്തിനിടയിൽ ഉണ്ടായ അക്രമത്തിലാണ് അല്ലെങ്കിൽ സംഘർഷത്തിലാണ് 20 വയസ്സുള്ള ഒരു യുവാവ് കൊല്ലപ്പെടുന്നത്. ഡിറ്റാഗഡിലെ തന്റെ വസതിക്ക് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം ഹോളി ആഘോഷത്തിനിടെ അമർ എന്ന ആകാശ് ചൗധരി കൊല്ലപ്പെടുകയായിരുന്നു. ആകാശിനെ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നും ആകാശിനെ സർക്കാർ ഉടമസ്ഥയിലുള്ള
ഗാർദാഹിലെ ബൽറാം ആശുപത്രിക്ക് കൊണ്ടുപോയെങ്കിലും ആർജിക്കർ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇവിടെ നിന്നാണ് യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഹോളിയുടെ മറവിൽ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള പലയിടങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഇതര വിഭാഗത്തിൽപ്പെട്ട നിരവധി ആൾക്കാർ, അതിപ്പോ ചർച്ചുകളായിക്കോട്ടെ, മോസ്കുകളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള അക്രമങ്ങൾ RSSകാർ അല്ലെങ്കിൽ BJP നേതൃത്വം, ഇതല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളെല്ലാം വലിയ തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇവരെല്ലാം ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ഒരു ഉത്സവത്തെ കാണുന്നത് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും അവരുടെ ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കാനും അവരുടെ വീടുകൾ തകർക്കാനുമായാണ് എപ്പോഴും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നാളിതുവരെയും നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ കൂടി നോക്കേണ്ടതാണ്. നമ്മളിവിടെ എത്ര തന്നെ വർഗീയത കുത്തിയിറക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് കേരളത്തിൽ വർഗീയത വാഴില്ല എന്നതിന്റെ പ്രധാന ഉദാഹരണമാണ് ആറ്റുകാൽ പൊങ്കാല അടക്കമുള്ള ഇവിടുത്തെ ആഘോഷങ്ങളും ആരാധനകളല്ല. ഇവിടെ നാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി പള്ളികളും ചർച്ചുകളും തുറന്നു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ തന്നെ മതവിഭാഗത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാം ആഘോഷങ്ങളുടെ പേരിൽ, ആരാധനകളുടെ പേരിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ചർച്ചുകളും അതുപോലെ മോസ്കുകളും ഒക്കെ തകർക്കുന്ന കാഴ്ചയും നാം കാണുന്നതാണ്.